ഹലോ ഡിയേഴ്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ റസീന നിയാസ്. എല്ലാവർക്കും എൻ്റെ ചാനലിലോട്ട് സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഞാനിങ്ങനെ ഡെയിലി വ്ളോഗും പിന്നെ സ്കിൻ കെയറും ഹെയർ കെയറും പിന്നെ എന്താ പറയുക ടിപ്സുകളും ഒക്കെ പറയാറുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമാവും, യൂസ്ഫുൾ ആവും എന്നൊക്കെ വിചാരിക്കുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണം. അതുപോലെ തന്നെ ഷെയർ ചെയ്യണം. വേണമെങ്കിൽ എൻ്റെ വീഡിയോസെല്ലാം ഒന്ന് കണ്ടു നോക്കുക, എന്നിട്ട് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ എൻ്റെ വാവക്ക് യൂസ് ചെയ്യുന്ന സോപ്പ് ഏതാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. നല്ല സോപ്പാണ്, നല്ല റിസൾട്ട് ഉണ്ട്. അപ്പോൾ ആ സോപ്പ് നിങ്ങൾക്കും നിങ്ങളുടെ വാവകൾക്ക് വേണമെങ്കിൽ മേടിക്കാം. അഫോർഡബിൾ ആണെന്ന് ചോദിച്ചാൽ അഫോർഡബിൾ ആണ്, അത്ര വലിയ റേറ്റൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഓക്കെ. അതിന് മുമ്പേ ഞാൻ വ്ളോഗൊന്നും ഇടാതെ 2-3 ദിവസമായി. ഡെയിലി വ്ളോഗ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് മിനിഞ്ഞാന്നല്ല ഞാൻ ട്രൈപോഡ് എടുത്തിട്ട് ഇങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് എനിക്ക് തന്നെ എന്തോ ഒരു ടൈപ്പ് ഗിൽറ്റി ഫീലിംഗ് കേട്ടോ ഉള്ളിൽ. കാരണം എന്ന് വെച്ചാൽ നമ്മളെ വയനാട്ടിൽ സംഭവിച്ച ആ ദുരന്തം തന്നെ ഭയങ്കരമായിട്ട് അയ്യോ അവിടെ ഇങ്ങനെ ദുരന്തത്തിൽ കഴിയുന്ന ഞാനിവിടെ വീഡിയോ എടുക്കുകയാണോ എന്നുള്ളൊരു ചിന്ത എൻ്റെ ബ്രെയിനിലേക്ക് വന്നുപോയി. രണ്ട് മൂന്നല്ല, ഒരു 4-5 ദിവസമായിട്ട് ദിവസം അതിൻ്റെ വീഡിയോകൾ തന്നെ കാണുക. ഈ പിഞ്ച് മക്കളൊക്കെ കാണുമ്പോൾ മണ്ണിനടിയിൽ നിന്ന് മനുഷ്യന്മാരെ വലിച്ചെടുക്കുന്നത് കാണുമ്പോൾ മനസ്സിന് ഭയങ്കര ഒരു സങ്കടം കേട്ടോ. എന്താ അല്ലേ, നമ്മൾ രാത്രി എല്ലാവരും ഭക്ഷണം കഴിച്ച് കിടക്കുക, പെട്ടെന്ന് റബ്ബ് ഇങ്ങനെ ആർക്കും ഒരു സൂചന പോലും തരാതെ അങ്ങ് കൊണ്ടുപോവുക അല്ലേ. അത് മരണമെന്ന് വെച്ച സംഭവം തന്നെ നമുക്ക് എല്ലാവർക്കും ഭയങ്കര വിഷമം ഉണ്ടാക്കുന്ന സംഭവമാണ്. അതിലും ഒരു മരണം നമ്മൾ സഹിക്കൂല, ഒറ്റ മരണമാണെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു സംഭവമാണ്. ഇങ്ങനെ എന്താ പറയുക 10-200-300 ആൾക്കാർ ഒരുമിച്ച് പോകുക, ഒരു നാട് മൊത്തം ഇല്ലാതാകുക എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സങ്കടമാണ്. പ്രകൃതി വികോപത്തെ തൊട്ടിട്ട് എല്ലാവരും ദ്വാരക ഇനി അങ്ങോട്ട് കുറച്ച് മഴയൊക്കെ കുറയട്ടെ, ഇങ്ങനത്തെ ഫ്ലഡുകളും വെള്ളപ്പൊക്കവും ഒന്നും ഇല്ലാതിരിക്കട്ടെ. ദ്വാരക അല്ലേ. ഞാൻ ചില സമയം ഞാൻ നിയാസ്കാനോട് പറയലുണ്ട് കേട്ടോ. നമ്മൾ ഈ ചെറിയ ഇതുണ്ടാവുന്ന സമയത്ത്, നമ്മൾ സ്കൂളിൽ പോകുന്ന സമയത്ത് ഇതിലും വലിയ മഴയായിരുന്നു കേട്ടോ. കർക്കിടക മാസമെല്ലാം ഭയങ്കര വലിയ മഴകൾ വരുന്നുണ്ട്. പക്ഷെ അന്നൊന്നും ഈ ഫ്ലഡ് ഇല്ലായിരുന്നു, ഫ്ലഡ് കുറവായിരുന്നു. പക്ഷേ അന്ന് നമുക്ക് ക്ലാസ് എടുത്ത് തരുമ്പോൾ നമ്മളെ ടീച്ചർമാർ ഇങ്ങനെ പറഞ്ഞു തരുമായിരുന്നു, ഇങ്ങനെ നമ്മൾ വീടുകൾ കൂടുതൽ കെട്ടുവാണെങ്കിൽ, പുഴയിൽ നിന്ന് ഇങ്ങനെ മണ്ണ് വാരുവാണെങ്കിൽ, മലകൾ ഇടിച്ച് നമ്മൾ റോഡാക്കുവാണെങ്കിലെല്ലാം മുമ്പോട്ടേക്ക് കുറേ നാശനഷ്ടങ്ങൾ വരും. ഇങ്ങനെയുള്ള എന്താ പറയുക ജീവന അപകടമാണ്, വെള്ളപ്പൊക്കം വരും, മണ്ണിടിയും എന്നൊക്കെ നമുക്ക് ക്ലാസ് എടുത്ത് തന്നിട്ടുണ്ട് കേട്ടോ. ആ ഒരു സമയത്ത് നമ്മൾ ആ ഒരു കുട്ടിച്ചിന്തയിൽ ഇങ്ങനെ കേട്ടിരുന്നു എന്നല്ലാതെ എപ്പോഴും സംഭവിക്കും. അത് ഒരു കാലം കഴിഞ്ഞിട്ടല്ല, ഇങ്ങനെ എടുത്തെടുത്തിട്ട് കുറേ കഴിയുമ്പോൾ അങ്ങനെ സംഭവിക്കും എന്നല്ല ടീച്ചർ പഠിപ്പിച്ചെന്നെ. ആ കാലമൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ മണ്ണിനടിയിൽ പോകുമെന്നൊക്കെ ആ ഒരു സമയത്ത് നമ്മൾ ഡിസ്കസ് ആക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഫ്രണ്ട്സെല്ലാം. പക്ഷേ അത് എത്രയും പെട്ടെന്ന് തന്നെ വന്നിട്ടുണ്ട്, ഒന്നും പറയാനാവില്ല. എനിക്ക് അതിനെക്കുറിച്ചൊരു വാക്കുകളില്ല കേട്ടോ. ഭയങ്കര ടെൻഷനാണ് എനിക്കും. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്ന സ്ഥലത്ത് മഴയെല്ലാം വന്നാൽ ലക്ഷദ്വീപിനെ പോലെ ചുറ്റും വെള്ളവും നടുക്ക് വീടും, ആ ഒരു രീതിയിലാണ്. കഴിഞ്ഞ കൊല്ലം വരെ എനിക്ക് തീരെ ടെൻഷൻ ഇല്ലായിരുന്നു. നമ്മളല്ലേ പെട്ടെന്ന് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ എണീച്ചോടുകയോ എന്തെങ്കിലും ആയാലും പോയാൽ പോട്ടെ എന്നുള്ളൊരു ചിന്തയിലായിരുന്നു കേട്ടോ. ഇപ്പോൾ എന്ന് വെച്ചാൽ കുഞ്ഞു വാവ ഉണ്ടല്ലേ, ആ വാവനെ ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാകും. കുഞ്ഞു വാവനെ വെച്ചിട്ട് ഇൻഷാ അല്ലാ നോക്കാം, നല്ല ഒരു വെള്ളമെല്ലാം ഇല്ലാത്ത സ്ഥലത്ത് പോകണം. അതായത് മഴവെള്ളം കേട്ടോ, കുടിവെള്ളമല്ല. പിന്നെ എന്നും എൻ്റെ ഏട്ടനും ഭാര്യയും ദിവസം വിളിച്ചിട്ട് ഇങ്ങനെ പറയും വെള്ളത്തിനെ കുറിച്ച്. അവർക്ക് ഭയങ്കര ടെൻഷനാണ്, പെട്ടെന്ന് വെള്ളം കയറി പോകുന്നത്. പക്ഷേ ഇവിടെ പുഴയൊന്നുമില്ല കേട്ടോ. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഏകദേശം ഒരത്ര സ്ഥലത്തുനിന്ന് വെള്ളം ഒലിച്ചു വരുന്ന ഒരു സ്ഥലമാണ്, എൻഡാവുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. പിന്നെ എന്താ പറയുക ഇത്തിരി താഴോട്ടുള്ളതുകൊണ്ട് വെള്ളം മുകളിലുള്ള വെള്ളമെല്ലാം താഴോട്ടേക്ക് വരും. അങ്ങനെയായിട്ട് വെള്ളം ഉള്ളിൽ കയറില്ല, പക്ഷേ ഹൈറ്റിലുള്ള വീടായതുകൊണ്ട് ഉള്ളിൽ കയറില്ല, സ്റ്റെപ്പെല്ലാം ഇങ്ങനെ മുങ്ങും. അങ്ങനെയെല്ലാം അവസ്ഥ. പക്ഷേ എന്തായാലും ഭയങ്കര പേടിയാട്ടാ ഉള്ളിൽ. എന്ന് രാത്രി കിടക്കുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. അങ്ങനെ. അപ്പോൾ ഓക്കെ, എല്ലാവരും വയനാട്ടിന് വേണ്ടി പ്രാർത്ഥിക്കുക. പിന്നെ നിങ്ങളെ കയ്യിൽ പറ്റുന്ന സഹായം എന്തെങ്കിലും ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾ ചെയ്യുക കേട്ടോ. ഒന്ന് ഗൂഗിൾ പേ വഴി ചെയ്യുക, അല്ല നിങ്ങൾ ആരെങ്കിലും ഒരു സംഘപ്രവർത്തകരാണെങ്കിൽ കൊണ്ടുപോയി കൊടുക്കാൻ ഉള്ള ഫെസിലിറ്റി ഉണ്ട്. അങ്ങനെ നിങ്ങൾ ഗ്രൂപ്പ് കൂടി കൊടുക്കാൻ പറ്റുവാണെങ്കിൽ ചെയ്യട്ടെ. കാരണം ഒരു നാട് മൊത്തം ഇല്ലാതെ ആയിരിക്കുകയാണ്, വീടും കുടുംബവും എല്ലാം പോയിട്ട്. ചിലപ്പോൾ അവർക്ക് നിങ്ങൾ ആ ഒരു സ്ഥിതി നമ്മളെക്കുറിച്ച് നിങ്ങൾ ഓർത്ത് നോക്കിയേ. ഒരു ദിവസം നമുക്ക് 2 തുണി ഉണങ്ങിയിട്ടില്ലെങ്കിൽ ഇത്ര ടെൻഷനാണ്, ഇടാൻ തുണിയില്ല എന്ന്. അപ്പോൾ അവരെ തുണികളും ചട്ടിയും കലവും പാത്രവും വീടും ഒക്കെ പോയിട്ടുണ്ട്. അവരെ കുടുംബത്തിൽ നിന്നും കുറേ അംഗങ്ങളെല്ലാം പോയിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കാം കേട്ടോ.
അപ്പോൾ ഓക്കെ, നമ്മളിനിയിപ്പോൾ ആ ഒരു ടെൻഷനുകളും ഇതിലേക്ക് പോകുന്നില്ല. എനിക്ക് ഭയങ്കര ടെൻഷനാണ് കുറേ ദിവസത്തുനിന്ന്. ഇപ്പോൾ ഈ ഫ്ലഡ് കഴിഞ്ഞ ദിവസത്തുനിന്ന് എനിക്ക് ഭയങ്കരമായിട്ട് മനസ്സിൽ വല്ലാത്തൊരു വിഷമമായിട്ട്. അപ്പോൾ വ്ളോഗ് എടുക്കാനൊന്നും വലിയ മൂഡൊന്നുമില്ല. ഓക്കെ, ആ ഒരു ടോപ്പിക്ക് അവിടെ വിട്ടുകളയാം. അപ്പോൾ നമുക്ക് നമ്മൾ റിയൽ ടോപ്പിക്കിലേക്ക് വരാം കേട്ടോ. ഓക്കെ, അപ്പോൾ 2-3 എൻ്റെ ഫ്രണ്ട്സ് എന്നോട് ചോദിച്ചിട്ടുണ്ട്. അവർക്കും കുഞ്ഞു വാവകളുണ്ട് കേട്ടോ. നീ വാവയ്ക്ക് വേണ്ടിയിട്ട് ഏത് സോപ്പാണ് യൂസ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഞാൻ അവരോട് സസ്പെൻസാന്ന് പറഞ്ഞു കേട്ടോ. അത് എന്താ വെച്ചാൽ നമുക്ക് ഒരു യൂട്യൂബ് വ്ളോഗ് ചെയ്യുന്ന ആൾക്കാർക്ക്, ഒരു വീഡിയോ ഇടുന്ന ആൾക്കാർക്ക് എന്ത് വീഡിയോ ആക്കുമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനത് വീഡിയോ ഇടാം, നീ കണ്ടാൽ മതിയെന്ന്. അപ്പോൾ എനിക്ക് ഫസ്റ്റ് ഒരുപാട് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ, കുഞ്ഞുവാവക്ക് ഫസ്റ്റ് തൊട്ടിട്ട് ഈ ഒരു ദിവസം വരെ ഒക്കെ ഇങ്ങനെ ഓരോരുത്തരായിട്ട് ഗിഫ്റ്റ് കൊണ്ടുവരും. ഇതാ ഇപ്പോൾ കുറച്ച് സമയത്ത്, ഇന്നലെ എൻ്റെ ഏട്ടൻ്റെ മോള് എനിക്ക് മരുമകളായിട്ട് വരും. പക്ഷേ നമ്മൾ ആ ഒരു രീതിയിൽ വളർന്നു വന്നതുകൊണ്ട് ഞാൻ അനിയത്തിമാരെന്നേ പറയാനുള്ളൂ കേട്ടോ. ഏട്ടനക്ക് എൻ്റെ വലിയേട്ടന് 2 പെൺകുട്ടികളാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ വലിയ ഏജ് ഡിഫറൻസ് ഇല്ല കേട്ടോ. അപ്പോൾ ഓള് ഒരുത്തി, ഇനിയൊരു മൂത്താളല്ലേ, 2ാമത്തെ ആൾ ഇന്നലെ ഒരു ഫ്രോക്ക് കൊടുത്തയച്ചിട്ടുണ്ട്. നല്ല ക്യൂട്ടായിട്ടുണ്ട് ഫ്രോക്ക് കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓള് അങ്ങനെ ഒരു പേസ്റ്റൽ കളർസ് ഇഷ്ടപ്പെടുന്ന ഒരാളാട്ടോ. അത് കുറച്ച് മുമ്പേ ഓൾക്ക് സ്വന്തമായിട്ട് എടുക്കുമ്പോഴും അങ്ങനെ തന്നെ ഒരു പേസ്റ്റൽ കളർ, ഒരു ഇംഗ്ലീഷ് കളർ എന്നൊക്കെ പറയല്ലേ, അങ്ങനെയുള്ള ഒരു കളർ കോമ്പിനേഷനിൽ നല്ലൊരു ഫ്രോക്ക് കൊടുത്തയച്ചിട്ടുണ്ട്. അങ്ങനെ വാനിക്ക് ഗിഫ്റ്റ് എപ്പോഴും വന്നുകൊണ്ടിരിക്കും. അതെന്താണെന്നല്ല, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല, ലക്കി പേഴ്സൺ ആയിരിക്കും എന്ന്. അങ്ങനെ ഓക്ക് ഗിഫ്റ്റ് വന്നത് മുഴുവനും ഹിമാലയൻ്റെ ക്രീംസും ഹിമാലയൻ്റെ സോപ്സും എല്ലാം, ഹിമാലയൻ്റെ പൗഡർ എല്ലാം. ഒന്ന് മാത്രം ജോൺസൺ ബേബീൻ്റെ വന്നു കേട്ടോ. പക്ഷേ അതെങ്ങനെയെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ലോക്കാലിറ്റിയിൽ കൂടുതൽ മൂവിങ് ഉള്ളത് ഹിമാലയൻ്റെ തന്നെ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ തന്നെ ഒരു ബോട്ടിലുണ്ട്, കാണിച്ചു തരാം. ഹിമാലയൻ്റെ തന്നെ നല്ല ബ്രൈറ്റ് ഉണ്ട്. ഹിമാലയൻ്റെത് തന്നെ ഇവിടെ കുറച്ച് മൂവിങ് ഉള്ളത് കേട്ടോ. പിന്നെ ജോൺസണിൻ്റെതെല്ലാം അന്ന് തന്നെ അടിച്ചു പോയതുകൊണ്ട് ആരും അധികം യൂസ് ചെയ്യുന്നില്ല. പക്ഷേ എന്നാലും ഒരു ആൾ ജോൺസണിൻ്റെ തന്നെ കിറ്റ് കൊണ്ടുവന്നത് കേട്ടോ, സോപ്പും ക്രീമും ഒക്കെ. അപ്പോൾ ആ ജോൺസൻ്റെ സോപ്പെല്ലാം വേറെ 2 കുട്ടികളുണ്ടല്ലോ, അവർ യൂസ് ചെയ്യും, ക്രീമും അവർ യൂസ് ചെയ്യും. അപ്പോൾ ഞാൻ ഒരു 2 പ്രാവശ്യവും മോക്ക് ഹിമാലയൻ്റെ തന്നെ യൂസ് ചെയ്ത് നോക്കിയിട്ട് 2-3 പ്രാവശ്യം ഹിമാലയൻ്റെ തന്നെ യൂസ് ചെയ്ത് നോക്കി. കാരണം അത്രയും സോപ്പുകളെല്ലാം ഉണ്ടാകുമ്പോൾ വേസ്റ്റ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നോക്കുമ്പോൾ കുഞ്ഞതായിട്ട് റാഷസ് വരുന്നത്. ഞാനത് ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ ഇറ്റ്സ് നോർമൽ എന്ന് പറഞ്ഞു. എന്നാലും എനിക്കൊരു വല്ലാത്തൊരു ടെൻഷൻ, ഇങ്ങനെ ഫേസിലും ബോഡിയിലും ഒക്കെ ഇങ്ങനെ ചെറിയ റാഷസ് വരുമ്പോൾ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ വേണ്ട, ചിലപ്പോൾ ഹിമാലയ ഷൂട്ട് ചെയ്യുന്നുണ്ടാവില്ല. പിന്നെ pH എല്ലാം ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴും pHൻ്റെ ലെവലെല്ലാം കുറേ കൂടുതലാണ്. അപ്പോൾ ഞാനൊരു pH ലെവൽ കുറേ കുറവുള്ള ഒരു സോപ്പാണ്. കാരണം കുഞ്ഞു വാവയാണ്, സ്പെഷ്യലി ഗേൾ ബേബിയാണ്. അപ്പോൾ അവളെ സ്കിന്നെല്ലാം ഒന്ന് എനിക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് നല്ലൊരു സോപ്പിൻ്റെ സെർച്ചിങ് ആയിരുന്നു. അങ്ങനെ എനിക്കൊരു നല്ലൊരു സോപ്പ് കിട്ടിയിട്ടുണ്ട്. ആ സോപ്പാണ് ഞാൻ ഇന്ന് യൂസ് ചെയ്യുന്നത്. ഓക്കെ കേട്ടോ. ഇപ്പോൾ 2 മന്ത് ഞാൻ അതന്നെ യൂസ് ചെയ്തത്. നല്ല സോപ്പാണ്. റേറ്റ് വന്നിട്ട് അഫോർഡബിൾ ആണ്, കുഴപ്പമൊന്നുമില്ല, മേടിക്കാം. അപ്പോൾ ആ സോപ്പ് ഏതാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതാണ് സോപ്പ് ഞാൻ യൂസ് ചെയ്യുന്നത്, മോക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത്. ടെഡി ബാറിൻ്റെ സോപ്പ് കേട്ടോ. നല്ല സോപ്പാണ്. പേഴ്സണലി നല്ല സ്മെല്ലുമാണ്, നല്ല കളറാണ്. നല്ല സ്മെല്ലെന്ന് വെച്ചാൽ ഒത്തിരി ഒരുപാട് ഇങ്ങനെ മൂക്കിന് കുത്തുന്ന പോലത്തെ സ്മെല്ലില്ല. സോപ്പ് ഫ്രീ ആണ് കേട്ടോ. പിന്നെ ഇതിൽ മെയിൻ എനിക്ക് വേണ്ടത് സെൻസിറ്റീവ് സ്കിന്നാണ്. ഫോർ സെൻസിറ്റീവ് സ്കിന്നിന് നല്ലതാണ് ഈ സോപ്പ്. എനിക്ക് തോന്നുന്നു വാനിയൻ്റെ കുറച്ച് തിന്നായിട്ട് ഭയങ്കര സെൻസിറ്റീവ് സ്കിന്നാണെന്ന് തോന്നുന്നു എനിക്ക് ഉള്ള സ്കിന്ന് കാണുമ്പോൾ. അപ്പോൾ ഞാൻ എന്താക്കി, ഹിമാലയ കുറച്ച് സോപ്പ് ഫ്രീ അല്ല കേട്ടോ. അപ്പോൾ അത് വേണ്ടാന്ന് ഒഴിവാക്കിയിട്ട് ഈ ഒരു ടെഡി ബാറിൻ്റെ സോപ്പാണ്. ടെഡി ബാർ കേട്ടോ, ട്രെഡി അല്ല, ടെഡി ബാറിൻ്റെ സോപ്പാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഭയങ്കര അടിപൊളി സോപ്പാണ്. പിന്നെ പീഡിയാട്രീഷ്യനും നമുക്ക് ഈ സോപ്പ് തന്നെ റെക്കമെൻഡ് ചെയ്യും കേട്ടോ. നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയി കുഞ്ഞിക്ക് റാഷസ് ഉണ്ട് അങ്ങനെ എന്തെങ്കിലും പറയുകയാണെങ്കിൽ പീഡിയാട്രീഷ്യനും നമുക്ക് ഈ സോപ്പ് തന്നെ നമുക്ക് റെക്കമെൻഡ് ചെയ്യും. അപ്പോൾ ഇത് pH ബ്ലെൻഡഡ് ആണ്. ഇതിൻ്റെ pH കുഴപ്പമില്ല കേട്ടോ. എന്ന് വെച്ചാൽ pH ലെവൽ ഭയങ്കര ഒരു സോപ്പാണെന്ന് വേണമെങ്കിൽ പറയാം. കറക്റ്റായിട്ട് ഞാൻ പറയാം, pH നമ്മളെ സ്കിന്നിൻ്റെ അത് സ്കിൻ ടൈപ്പിലെല്ലാം പോകേണ്ടി വരും. അതാണ് ഞാനിങ്ങനെ നിരങ്ങി കളിക്കുന്നത്. സ്കിന്നിൻ്റെ pH ലെവലിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സോപ്പാണ് ഈ ഒരു സോപ്പ് കേട്ടോ.
pH അങ്ങ് പോയി കഴിയുമ്പോൾ സ്കിന്ന് വല്ലാതെ ഡ്രൈയും റഫും റാഷസും ഒക്കെ വരും. അതാണ് ഈ pH ബാലൻസ് ആയിട്ടുള്ള സോപ്പാണ്. ഡെർമറ്റോളജി ടെസ്റ്റഡ് ആണ്. പിന്നെ 100% സോപ്പ് ഫ്രീ ആണ്. അതാണ് എനിക്ക് വേണ്ടത് കേട്ടോ. 100% ഇത് സോപ്പ് ഫ്രീ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. പിന്നെ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് എത്ര ഉണ്ടാവും ഒന്ന് ഗസ് ചെയ്യുമോ? ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 600 റുപ്പിയാണ് ഈ ഒരു സോപ്പിൻ്റെ റേറ്റ്. ഈ സോപ്പ് നമുക്ക് തരുമ്പോൾ അതിന് ചെറിയൊരു ഡിഷും തരുന്നുണ്ട് കേട്ടോ. താഴെ സോപ്പ് വെക്കാൻ വേണ്ടിയിട്ട് വലിയ സോപ്പ് വെക്കുന്ന വലിയ ഇതല്ല, ചെറിയൊരു സ്റ്റാൻഡ് പോലത്തെ ചെറിയൊരു ഇത്രയേ ഉള്ള ഒരു സാധനം കൂടി ഇതിൻ്റെ കൂടെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 600 ആണ്. ഈ സോപ്പ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചു തരാം. പ്ലാസ്റ്റിക് ഓപ്പൺ ചെയ്യണം. ഇതാണ് സോപ്പിൻ്റെ, കാണുന്നുണ്ടല്ലോ, ഒരു പിങ്ക് കളർ, നല്ല ഒരു ബേബി പിങ്ക് കളർ സോപ്പാട്ടാ. എന്താ ബേബി പിങ്ക് കളർ സോപ്പ്, ചെറിയ സോപ്പാണ്, കാണുന്നുണ്ടോ? വളരെ ചെറിയ സോപ്പ്. അപ്പോൾ സോപ്പെല്ലാം വളരെ ചെറുതാണ്. പക്ഷെ നമുക്ക് ഏകദേശം ഒരു 4 ആഴ്ച ആവില്ല, 4 ആഴ്ച ഒരു മാസം ആവില്ലേ, 3 ആഴ്ച വരെ ആകും. നമ്മൾ കുറച്ച് നന്നായി മെയിൻറ്റെയിൻ ആക്കുകയാണെങ്കിൽ 1 മന്ത് നന്നായിട്ട് യൂസ് ചെയ്യാം കേട്ടോ ഈ സോപ്പിന്. അപ്പോൾ നല്ല സ്മെല്ലാണ്, ലൈറ്റായിട്ടുള്ള ഒരു സ്മെല്ലാണ്. ആഫ്റ്റർ ബാത്ത് നല്ല കുഞ്ഞിൻ്റെ മേത്ത് നിന്നിട്ട് നല്ല സ്മെല്ല് വരും. പിന്നെ സ്കിൻ റാഷസ്, അവൻ്റെ മേത്തുണ്ടായ സ്കിൻ റാഷസ് എല്ലാം പോയി ഞാൻ ഈ സോപ്പ് യൂസ് ചെയ്യുമ്പോൾ. സ്കിൻ ഫ്രണ്ട്ലി ആണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഈ സോപ്പ് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ ബേബിക്ക് യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റൊന്നും ഞാൻ ഒളിപ്പിച്ച് വെക്കുന്നില്ല. അപ്പോൾ എന്നോട് ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ട്, നീ എന്താ പറയുക, എന്തോ ഹൈഡാക്കിയിട്ട് എന്തോ ചെയ്യുന്നുണ്ട്. ഞാനൊന്നും ചെയ്യുന്നില്ല കേട്ടോ. പിന്നെ ചില സമയം ഞാൻ ഓർക്കും സോപ്പൊന്നും വേണ്ട, നമുക്ക് കടലമാവോ പയറുപൊടിയോ അങ്ങനെയൊക്കെ വെച്ചിട്ട് വാഷ് ചെയ്തെടുക്കാമെന്ന്. പക്ഷേ അതിൻ്റെ പാർട്ടിക്കിൾസ് എന്താ പറയുക, തരിപ്പ് ഭയങ്കരമായിട്ടുണ്ടാവും. അത് സ്കിന്ന് എപ്പോഴും ഡാമേജ് ആക്കും. ഒരിക്കലും നമ്മൾ സ്ക്രബ് ചെയ്യുമ്പോൾ തന്നെ നല്ല ഭയങ്കര റഫാണ് കടലമാവല്ലോ അല്ലേ. അപ്പോൾ പിന്നെ അങ്ങനെ നൈസായിട്ട് അരിച്ചെടുക്കണം, നമുക്ക് അതിന് പറ്റൂല. അതുകൊണ്ട് കുട്ടികൾക്കൊന്നും ചെറുപ്പത്തിലേ നിങ്ങൾ കടലമാവൊന്നും യൂസ് ചെയ്യാതിരിക്കുക. അതൊരു ഡെയിലി യൂസിനാവില്ല. കാരണം അത് നിങ്ങൾ വേണമെങ്കിൽ ഒരു പാക്കായിട്ടെല്ലാം യൂസ് ചെയ്തിട്ട് അങ്ങനെ കഴുകി കളയാം. എന്തെങ്കിലും മഞ്ഞളോ ഒക്കെ ഇട്ടിട്ട് പാക്ക് ചെയ്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല. അല്ലാതെ നിങ്ങൾ സോപ്പിനെ പോലെ യൂസ് ചെയ്യാൻ നിൽക്കരുത് കേട്ടോ. അതിൽ അത്രയും നൈസായിട്ട് നിങ്ങൾക്ക് അരിച്ചെടുത്തിട്ട് പൊടിച്ചെടുത്ത് അരിക്കാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് നൈസായിട്ടുള്ള നമ്മളെ ഫൈൻ പൗഡർ പോലെ ഉണ്ടാവണം. അതുപോലെയുള്ള സംഭവമാണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അല്ലാതെ നമ്മൾ ഡയറക്റ്റ് കടയിൽ നിന്നെല്ലാം മേടിച്ചിട്ട് നമ്മൾ ഒരിക്കലും കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ യൂസ് ചെയ്തിട്ട് അതിൽ നമുക്ക് സ്കിന്ന് ഡാമേജ് ആക്കും. നമുക്ക് തന്നെ നമ്മൾ കടലമാവ് നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയാൽ നമ്മളിങ്ങനെ കടലമാവ് തേക്കുമ്പോൾ തന്നെ എന്ത് റഫായിട്ട് അതൊരു നമുക്ക് സ്ക്രബായിട്ട് വർക്ക് ചെയ്യൂലേ. അപ്പോൾ കുഞ്ഞുമാവൊക്കൊന്നും അതൊന്നും യൂസ് ചെയ്യാതിരിക്കുക. പിന്നെ ഇങ്ങനെ സോപ്പാണെങ്കിൽ തന്നെ ഡയറക്റ്റായിട്ട് എടുത്തിട്ട് കുഞ്ഞുമാവിൻ്റെ സ്കിന്നിൽ യൂസ് ചെയ്യാതിരിക്കുക. നമ്മൾ ആദ്യം വെള്ളം ഒഴിച്ച് നമ്മൾ 2 കയ്യിൽ സോപ്പ് നന്നായിട്ട് പതപ്പിച്ചിട്ട് കുഞ്ഞുമാവിൻ്റെ സ്കിന്നിൽ യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു സോപ്പാണ് കുഞ്ഞുമാവക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ, പിന്നെ ഇതിൻ്റെ ബെനിഫിറ്റ് വന്നിട്ട് സ്കിന്ന് നന്നായിട്ട് ഗ്ലോ ആവും കുഞ്ഞുമാവയുടെ. അതുപോലെ തന്നെ കളറിൻ്റെ ഇത് വന്നാൽ ഒരു 1-2 ഷെയ്ഡ് ഒരു പക്ഷേ മുമ്പോട്ടേക്ക് വന്നേക്കാം. വൈറ്റനിങ് സോപ്പൊന്നും അല്ല കേട്ടോ ഇത്. ഒരു 1-2 ഷെയ്ഡ് ഒന്നിങ്ങനെ മാറി നിന്നേക്കാന്ന് എനിക്ക് തോന്നുന്നു. ഒരു നല്ലൊരു കളറ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇത്. കുഴപ്പമില്ല, ഞാനിപ്പോൾ യൂസ് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണ്. പിന്നെ അതുപോലെ തന്നെ സ്കിന്ന് നല്ല ഗ്ലോ ആയിരിക്കും, നല്ല സ്മൂത്തും സപ്പിളും ആയിരിക്കും കേട്ടോ സ്കിന്ന്. അപ്പോൾ നിങ്ങളെ വാവകൾക്ക് വേണമെങ്കിൽ ഇത് നിങ്ങൾ യൂസ് ചെയ്യുക. 600 റുപ്പി. ചില സമയത്ത് ഇതിൻ്റെ ഓഫർ നടക്കും. അപ്പോൾ നിങ്ങൾക്ക് 550 അല്ലെങ്കിൽ 500 കിട്ടും. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്തിട്ട് മേടിക്കുക കേട്ടോ. അപ്പോൾ ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ സൺഡേ ആണ്, നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെക്കും ബൈ.